ഇന്ത്യയിലെ പ്രമുഖ ദേശീയ ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി 10 ഒരു ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇന്ത്യയിലെ ലേബർ കോഡുകൾ പരിഷ്കരിച്ചതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പണിമുടക്ക്. ഇന്ത്യയിൽ 29ഓളം തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ ഒരു ദിവസം നമുക്ക് ലഭ്യമായതല്ല. നമുക്കറിയാം 1800-കൾ മുതൽ ഇന്ത്യയിലെ തൊഴിലാളികൾ 1800-കളിലും 1900-ൻ്റെ തുടക്കത്തിലൊക്കെ, ഇപ്പോൾ 1908 ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് ലേബർ കമ്മീഷൻ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പ്രതിനിധികളുള്ള കമ്മീഷൻ പറഞ്ഞത് 22 മുതൽ 24 മണിക്കൂർ വരെ ആഴ്ചയിൽ 7 ദിവസവും ഇന്ത്യയിലെ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതിനിടയിൽ അവധിയില്ല, മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളുമില്ല. 24 മണിക്കൂറും ജോലി ചെയ്യുക. അത് 7 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള കുട്ടികളെയും ഈ ജോലിക്കാർക്കിടയിൽ കാണാമായിരുന്നു. തുണിമില്ലുകളിൽ, അതുപോലെ പ്രിൻറ്റിങ് പ്രസ്സുകളിൽ, അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡസ്ട്രികളിലും ഇതുപോലെ 24 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1900-കളിൽ ബോംബെയിലെ തൊഴിലാളികൾ, മിൽ തൊഴിലാളികളുടെ ഒരു പ്രധാന ആവശ്യം ഒരു ദിവസം, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവധി വേണം എന്നുള്ളതായിരുന്നു. ഈ രീതിയിലായിരുന്നു അന്ന് ഇന്ത്യയിലെ തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്നത്. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം, അതൊരു ഞായറാഴ്ച അവധി ലഭിക്കുന്നു. അതുപോലെ തന്നെ 24 മണിക്കൂർ എന്നുള്ളത് 18 മണിക്കൂറായിട്ട് കുറയുന്നു. അങ്ങനെ കാലാകാലങ്ങളായിട്ടുള്ള അനേകം സമരങ്ങളിലൂടെ, അനേകം പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് 1942 ഡോക്ടർ അംബേദ്കർ ബ്രിട്ടനിലെ പ്രിവി കൗൺസിലിൽ ലേബറിൻ്റെ ചാർജുള്ള മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഈ ഇന്ത്യയിലെ 8 മണിക്കൂർ ജോലി സമയം എന്ന ചിരകാലമായിട്ടുള്ള തൊഴിലാളികളുടെ ആവശ്യം സഫലമാവുന്നത്. അപ്പോൾ അന്ന് 42-ൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളാണ് ഇന്ന് ഈ അടുത്ത ദിവസം വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പലതരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 29ഓളം നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നു എന്ന വ്യാജേനയാണ് ഈ 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയത്. അതോടുകൂടി ആദ്യമായി നഷ്ടപ്പെട്ടത് 8 മണിക്കൂർ ജോലി കഴിഞ്ഞുള്ള ജോലിക്കുള്ള ഓവർ ടൈം എന്നുള്ളതെല്ലാം ഇല്ലാതെയായി. ഇപ്പോൾ വീണ്ടും ഈ തൊഴിൽ നിയമങ്ങൾ 1800-കളിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മളിന്ന് കാണുന്നത്. ഈ അവസ്ഥക്കെതിരെയാണ് ഇപ്പോൾ നാളെയുള്ള, അതായത് ഫെബ്രുവരി 10 പണിമുടക്ക് തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷവും ധാരാളം കാര്യങ്ങളിപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പുവെച്ചു എന്ന് പറയുന്നു. ഒപ്പുവെച്ചാൽ എന്താണെന്ന് ഇന്ത്യൻ പാർലമെൻറ്റിന് അറിയില്ല. സാധാരണഗതിയിൽ ഇത്തരം കരാറുകൾ വ്യക്തമായിട്ട് പാർലമെൻറ്റിൽ ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ പ്രഖ്യാപനം വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ കോഡ് വന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വ്യാപാര കരാർ വന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണകളില്ല. ഇപ്പോൾ പലതും പറയുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും തീരുവയില്ലാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അമേരിക്കയ്ക്ക് ഇറക്കുമതി ചെയ്യുവാനും നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിന് 18% തീരുവ എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് അറിയുന്നത്. ഇതൊന്നും ആരും പുറത്തു പറഞ്ഞിട്ടില്ല. എപ്സ്റ്റീൻ ഫയലുകളേക്കാൾ രഹസ്യമായ ഈ പറയുന്ന കരാർ ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ സാധാരണ കർഷകരുടെയും ഈ വ്യവസായ മേഖലയിൽ ഇപ്പോൾ പിച്ചപിടിച്ചു വരുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെയും അവസ്ഥ എന്താവുമെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. കാരണം നമ്മളിവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളേക്കാൾ കുറഞ്ഞ വിലയിൽ ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഡംപ് ചെയ്യപ്പെടും. അത് അവർ ലാഭത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ ആപ്പിളിന് കിലോയ്ക്ക് 150 രൂപയാണ് വിലയെങ്കിൽ അവർ നഷ്ടത്തിൽ തന്നെ 100 രൂപയ്ക്ക് ആപ്പിൾ ഇറക്കുമതി ചെയ്യും.
അപ്പോൾ ഇത് ഒരു വർഷം തുടർന്നാൽ അടുത്ത വർഷം എന്ത് വരും എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ ആപ്പിൾ കർഷകന് കൃഷി നടക്കാത്ത അവസ്ഥ വരും. അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും ആദ്യഘട്ടത്തിൽ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ ഇത്തരത്തിലുള്ള പുതിയ വിപണികളിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അവയുടെ ഉപഭോഗം വർദ്ധിക്കുന്നതിലൂടെ ആ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ലോകത്തിൽ അർജൻറ്റീന മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഗ്ലോബലൈസേഷൻ നടപ്പാക്കിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ വളരെ വില കുറച്ചിട്ട് നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ, ലാഭത്തിലല്ല, നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ അതാത് രാജ്യങ്ങളിലെ വിപണികളിലേക്ക് തള്ളിവിടുക. അത് ഒരു വർഷമോ 2 വർഷമോ പോകുമ്പോഴേക്ക് ആ തദ്ദേശീയമായിട്ടുള്ള ചെറുകിട ഉൽപ്പാദകർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവരെന്ത് പറ്റും? അവർ തകരുമ്പോൾ എന്തു ചെയ്യും? ഈ കോർപ്പറേറ്റുകൾ അതുകൂടി വിഴുങ്ങും. അപ്പോൾ ഇന്ത്യയിലെ കൃഷിസ്ഥലങ്ങളും ഇന്ത്യയിലെ ചെറുകിട വ്യവസായശാലകളും എല്ലാം തന്നെ അവരുടെ പിടിയിലേക്ക് മാറും. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ അമേരിക്കൻ കുത്തക കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ അമേരിക്കൻ കമ്പനികളുടെ കയ്യിൽ, കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇവിടെ നമ്മളെ ചികിത്സിച്ചിട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല അവർ ഈ ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത്. ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഹോസ്പിറ്റലുകളെ ഹബ്ബാക്കി ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ലഭ്യമായ കുറഞ്ഞ ചെലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ തുക വാങ്ങിയിട്ട് ഇവിടെ രോഗികളെ കൊണ്ടുവരാനും ചികിത്സിപ്പിക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതിലേക്കാണ് അവരടുത്ത സ്റ്റെപ്പായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വലിയ വില കൊടുത്തിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ വാങ്ങുകയാണ്. ഇതേ സംഭവം തന്നെ ഈ ഇന്ത്യയുടെ വ്യവസായ മേഖലയിലും സംഭവിക്കും. ഈ ഇന്ത്യയിലെ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ കമ്പനികൾ മുഴുവനായിട്ട് ഇവർ വാങ്ങുകയും ആ പ്രക്രിയ പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് പിന്നീട് ഇവിടെയുള്ള വില നിലവാരം നിശ്ചയിക്കുന്നത് ഈ അമേരിക്കൻ കുത്തക കമ്പനികളിലായിരിക്കും. അതായത് ഇനി ആപ്പിളിന് 400 രൂപയാണ് വിലയെങ്കിൽ 400 രൂപ അവർ നിശ്ചയിക്കുന്നതാണ് വരിക. അപ്പോൾ അതുവരെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങൾ 100 രൂപയ്ക്ക് തന്നതുകൊണ്ടല്ലേ ഞങ്ങൾ വാങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണ്, ഇപ്പോൾ വില 400 രൂപയാണ്, ഇതിൽ മേടിച്ചാൽ മതി എന്ന് പറയും. അതുപോലെ പാല്, നിങ്ങൾ പാസ്ചറൈസ്ഡ് മിൽക്ക് ഞങ്ങൾക്ക് ലിറ്ററിന് 25 രൂപയ്ക്കല്ലേ കഴിഞ്ഞ ആഴ്ച വരെ തന്നത്, ഇപ്പോഴെന്താണ് അത് ലിറ്ററിന് 500 രൂപയായത്? അതങ്ങനെയാണ്, 500 രൂപ ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ഈ രീതിയിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കുറഞ്ഞ കാലം കുറഞ്ഞ വിലയിൽ, അതായത് ഇവർ ഉന്നം വെക്കുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ ആ രാജ്യത്ത് കരാറുണ്ടാക്കിയ രാജ്യത്തെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഇവർ അതിന് 3-4 ഇരട്ടി വില മേടിച്ച്, അല്ലെങ്കിൽ 100 ഇരട്ടി വില മേടിച്ചുകൊണ്ട് അവർ ഈ കാശ് തിരിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. അതേസമയം തന്നെ കാർഷിക മേഖലയും ചെറുകിട വ്യവസായ മേഖലയും കുടിൽ വ്യവസായ മേഖലയും പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലുമാവില്ല. പിന്നീട് എന്താണ് ജനങ്ങൾക്ക് ജീവിതമാർഗമായി ഉണ്ടാകാൻ പോകുന്നത്? പിന്നെ വേറെ യാതൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാളുകളിലും ഇത്തരം കമ്പനികളിലും ഒക്കെ അവർ പറയുന്ന കൂലിക്ക് അവർ പറയുന്നത്ര സമയം ജോലി ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഈ ഇന്ത്യയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ബാക്കി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം നമ്മൾ പണ്ട് ബ്രിട്ടീഷ് ലേബർ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ കണ്ട 1908 കണ്ട അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെ സംഭവിക്കും. അതായത് 22 മണിക്കൂർ സാധാരണ ജോലി, ഇല്ലെങ്കിൽ 24 മണിക്കൂർ ജോലി, അതുപോലെ ശമ്പളം അവർ പറയുന്നത് മറ്റാലുകൂല്യങ്ങളും ഒന്നും തന്നെയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയും വീണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ ഒരു 100 ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ അവരുടെ വിമാനങ്ങളും കപ്പലുകളും എല്ലാം തന്നെ ഇന്ത്യയിൽ പറന്നിറങ്ങുകയും ഇന്ത്യയിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ ലാഭം മുഴുവനായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇനി ഉടനെ വരാൻ പോകുന്നത്, ഈ കരാറിലൂടെ വരാൻ പോകുന്നതെന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ ഈ ഫെബ്രുവരി 10-ാം തീയതി പണിമുടക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഒരു പണിമുടക്കിൽ അവസാനിക്കുന്ന വിഷയമായിട്ട് തോന്നുന്നില്ല.
ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും പാർലമെൻറ്റിൽ സംസാരിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ മുന്നിൽ വരുമ്പോൾ ഇനി എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ചെറുകിട അതുപോലെ തന്നെ ഇടത്തരം വ്യവസായങ്ങളുടെയും നാമമാത്ര കർഷകരുടെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെയും അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും.